ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജ് വാല 2.0. അപ്പോൾ എല്ലാവരും ബിസിനസ് സ്റ്റഡീസ് എല്ലാം പഠിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതാ എക്സാം അടുത്തിരിക്കുകയാണ്. ബിസിനസ് സ്റ്റഡീസാണ് ഫസ്റ്റത്തെ കോർ സബ്ജക്റ്റ്. നമ്മൾ ഇതിനോടകം 2 സ്റ്റഡി പ്ലാനുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. കാരണം നമുക്കിനി 5 ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കാം, ഇനി കുറച്ച് സമയം കൊണ്ട് മാക്സിമം മാർക്ക് വാങ്ങാം. അപ്പം അതിന് നമ്മൾ എന്താ വേണ്ടത്, നല്ല പ്രൊഡക്റ്റീവ് ആയുള്ള ടോപ്പിക്കുകൾ പഠിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇനി സമയം കഴിഞ്ഞല്ലോ, ഇനി ഇത്രയും ചാപ്റ്റേഴ്സ് ഇല്ലേ, അതാണ് നമ്മുടെ മെയിൻ ഫോൾട്ട്. ഒരുപാട് പാഠത്തിൻ്റെ എണ്ണമാണ് നമ്മൾ നോക്കുക. പക്ഷേ ഉള്ള സമയം ഏതാണ് മെയിൻ ടോപ്പിക് എന്നുള്ളത് അത് മാത്രം കവർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിച്ച് നോക്കിയൊക്കെ നമുക്ക് ആ ഒരു വിഷയം വരുന്നില്ല. സോ ഇന്നത്തെ ടോപ്പിക്ക് ഡബിൾ പാസിൻ്റെ ടോപ്പിക്സ് ആണ്. +2 ബിസിനസ് സ്റ്റഡീസ് 80 മാർക്കിൽ ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 48 ആണ് അല്ലേ. അപ്പോൾ ഒരു 45 എബോ ഒക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ പറയട്ടെ, ബിസിനസ് സ്റ്റഡീസിൽ നമുക്കുള്ള 1ാമത്തെ ചാപ്റ്റർ മുതൽ 9 പാഠങ്ങളിൽ 6, 7, 8, 9 ഈ 4 പാഠങ്ങളിൽ നിന്ന് മാത്രമേ ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്ന് മാത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും ഈ ഒരു ടോപ്പിക്ക്, അതായത് ഒരു 4-5 പാഠങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, അതായത് സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇതിൽ നിന്ന് മാത്രമേ നമുക്ക് ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളൂ. കൂടുതലും ഫസ്റ്റിൽ നിന്ന് ചോദിക്കില്ല എന്നൊന്നും പറയുന്നില്ല, ചോദിക്കാം, നമുക്ക് ഓവർ ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ ഒരു 15 ചോദ്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് എഴുതിയിരിക്കുന്നത്. അതെന്താണെന്ന് മിസ് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലായ രീതിയിൽ പഠിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് പ്രോസസ് ഓഫ് സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ്. നമുക്ക് മേ ബി ഇത് 8 മാർക്കിനൊക്കെയാണ് ചോദിക്കാം. ഓക്കെ, സ്റ്റാഫിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് നമുക്ക് ആവശ്യമായ ജോലിക്കാരെ നിയമിക്കുക, അതാണ് സ്റ്റാഫിംഗ്. അങ്ങനെ നമ്മൾ ആവശ്യമായ ജോലിക്കാരെ നിയമിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എത്രത്തോളം ആൾക്കാർ നമുക്ക് വേണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാൻ പവർ എത്ര വേണം. മാൻ പവർ മീൻസ് എന്താ? എത്രത്തോളം ആൾക്കാർ, എണ്ണം, അതായത് നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് റിക്വയർ ഇൻ എ ഓർഗനൈസേഷൻ അല്ല, ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ആവശ്യമുള്ള മാൻ പവർ റിക്വയർമെൻറ്റ് ആദ്യം എസ്റ്റിമേറ്റ് ചെയ്യുക, അതായത് നമ്മൾ കണ്ടുപിടിച്ച് വെക്കുക. അപ്പം നമുക്കിപ്പോൾ അപ്പം നമ്മൾ നോക്കും, എസ്റ്റിമേറ്റ് ചെയ്യും എത്ര പേര് വേണം എന്നുള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? റിക്രൂട്ട്മെൻറ്റ്. അതായത് റിക്രൂട്ട്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടല്ല, ബാക്കിയുള്ളവരെ പ്രേരിപ്പിക്കുക. നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ ജോലിക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ അവരോട് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നതാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും? സെലക്ഷൻ നടത്തും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിലേക്ക് റൈറ്റ് ടൈമിൽ നമ്മൾ സെലക്ഷൻ നടത്തിയ ശേഷം നമ്മൾ എന്താണ് ചെയ്യുക? അവർക്ക് പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ കൊടുക്കണം, വേണ്ടേ? അവർ നമ്മൾ പ്ലേസ്മെന്റ് നടത്തി അതിനാവശ്യമായ ഓറിയന്റേഷൻ ക്ലാസ്സൊക്കെ അവർക്ക് കൊടുക്കണം. അതിനുശേഷം നമുക്ക് എന്ത് കൊടുക്കാം? അവർക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുത്ത ശേഷം അവരുടെ പെർഫോമൻസ് അപ്രൈസൽ നമുക്ക് നടത്താം. പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം അവരെ ഓക്കെ ആണ് എന്ന് നമുക്ക് നോക്കാം. ദെൻ പിന്നീട് നമുക്ക് അവർക്ക് ആവശ്യമുള്ള പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ് കൊടുത്ത ശേഷം കോമ്പൻസേഷൻ മീൻസ് വാട്ട്? സാലറി പാക്കേജ് അല്ലേ. ഇതേ ഓർഡറിലാണ്, ഇത് ഓർഡറായിട്ട് തന്നെ പഠിക്കാം. പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ്, മാൻ പവർ റിക്വയർമെൻറ്റ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ്, പെർഫോമൻസ് അപ്രൈസൽ, പ്രൊമോഷൻ ആൻഡ് കോമ്പൻസേഷൻ പ്രോസസ്സാണ്. അത് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്താൽ മതി? എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള ടോപ്പിക്കുകളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പഠിക്കാൻ എളുപ്പമുള്ള ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അടുത്തതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് സംസാരിക്കാം അല്ലേ. നമ്മുടെ വേർഡ്സും ഐഡിയാസ് എല്ലാം സിമ്പിൾസിലേക്കും വേർഡ്സിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഫോർമലി ഒഫീഷ്യൽ ലൈൻ ഓഫ് കമാൻഡ് വഴി എങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കാം, ഒഫീഷ്യൽ ലൈന്. അപ്പോൾ ഒഫീഷ്യലി നമ്മൾ സംസാരിക്കുന്നതിനാണ് ഫോർമൽ എന്ന് പറയാം. അത് നമുക്കൊരു 5 ടൈപ്പ് ഉണ്ട്. നമുക്കത് 5 മാർക്കിന് ചോദിക്കാവുന്ന
ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 5 മാർക്കിന് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ദ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് ചെയിൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചെയിൻ വഴി സംസാരിക്കുന്നതിനാണ് ചെയിൻ നെറ്റ്വർക്ക്. ഇവിടെ ഒരാൾ ഇയാളോട് പറഞ്ഞു എങ്ങനെയാണ് പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. രണ്ടാമത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളതാണ് വീൽ എന്ന് പറഞ്ഞ നെറ്റ്വർക്ക്. വീൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ നടുവിലൊരു സെൻട്രൽ മാനേജർ ഉണ്ടാവും. അയാൾ അപ്പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കും. ഇവർ തമ്മിലൊരു കണക്ഷൻ, സബോർഡിനേറ്റ് തമ്മിലൊരു കണക്ഷൻസ് ഉണ്ടാവില്ല. മൂന്നാമത്തത് അപ്പം ഇതാണ് എഴുതേണ്ടത്. ഇപ്പം ചെയിൻ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതാം. വീൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഇപ്പം മിസ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആലോചിച്ചിട്ട് ആ രീതിയിൽ അങ്ങനെ എഴുതാം. അതെ, അതിനുശേഷം വീല് പറഞ്ഞു. വീലിന് ശേഷം നമുക്ക് ഏറ്റവും എളുപ്പമുള്ളതാണ് ഫ്രീ ഫ്ലോ എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയി സംസാരിക്കാം. അപ്പം അതിൻ്റെ സ്റ്റാർ വരയ്ക്കാം. എന്നിട്ട് എല്ലാത്തിൻ്റെ ഇപ്പുറത്ത് ഓരോ ആൾക്കാരെ വെച്ചെടുക്കാം. നോക്കിയപ്പോൾ ഇതിലെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് സംസാരിക്കാം. ദാറ്റ് ഈസ് ഫ്രീ ഫ്ലോ ചെയിൻ നെറ്റ്വർക്ക്, ഫ്രീ ഫ്ലോ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. നാലാമതായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇൻവേർട്ടഡ് വി ആണ്. ഇൻവേർട്ടഡ് വി എന്ന് പറയുമ്പോൾ നമ്മൾ വി തിരിച്ചിടുക, അല്ലെ, തിരിച്ചിടുക വെച്ചാൽ ഇങ്ങനെ ഇടാം. എന്നിട്ട് നടുവിൽ ഒരാളെ കൊടുക്കുക. ഇവിടെ ഒരാൾ, 2 സുപ്പീരിയേഴ്സ് ആണ്. ഇവിടെ 2 പേരും ആരാണ്? സബോർഡിനേറ്റ് ആണ്. അപ്പോൾ ഇവർ സബോർഡിനേറ്റ് തമ്മിൽ വർത്താനം പറയാൻ പാടില്ല. പകരം ഇമ്മീഡിയറ്റ് സുപ്പീരിയറും ഇയാളുടെ സുപ്പീരിയറിനോട് ഇവർക്ക് 2 സുപ്പീരിയേഴ്സിനോട് സംസാരിക്കാം. അപ്പോൾ ഇതിനും നമ്മൾ ഇൻവേർട്ടഡ് വി എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് നമ്മൾ വിളിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ നെറ്റ്വർക്കുകളും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിക്ചർ വരച്ച് വെച്ചിട്ട് അതെന്താണ്, എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുക, അതാണ് കൊടുക്കേണ്ടത്. പിന്നെ 5ാമത്തത് സർക്കിൾ ഉണ്ട്. സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു വീടിൻ്റെ ഷേപ്പ് വരച്ച് വയ്ക്കാം. കണ്ടോ, ഒരു വീടിൻ്റെ ഷേപ്പ് വരച്ച് വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കും. ഇവിടെ അഡ്ജോയിനിങ് 2 പേഴ്സൺസ്, അതായത് ഇയാൾക്ക് ഇയാളോട് സംസാരിക്കാം, ഇയാൾക്ക് ഇയാളോട് സംസാരിക്കാം, അല്ലേ. അഡ്ജോയിനിങ് 2 പേഴ്സൺസ് തമ്മിൽ അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതാണ് സർക്കിൾ. അപ്പോൾ ഇതേപോലെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ പഠിക്കണം. എളുപ്പമല്ല, നല്ല എളുപ്പമാണ്, ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി. പിന്നീടാണ് റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒറ്റ ലൈനായിട്ട് നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതാം. എക്സാക്റ്റ് ഡിഫറൻസ് തന്നെ ആയിരിക്കണം എന്നുള്ളൂ. പിന്നെ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷനും ഡിഫറൻസ് ചെയ്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 ബോക്സ് വരച്ച് ചെയ്താൽ. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ അതൊരു പോസിറ്റീവ് പ്രോസസ്സാണ്, ഇതൊരു നെഗറ്റീവ് പ്രോസസ്സാണ്. ഇവിടെ സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ഇൻ ടു ജോബ്, അല്ലേ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സെലക്ടിങ് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്, അതായത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് നടത്തുന്നത്. പിന്നെ ഇവിടെ നമുക്ക് എന്താ പറയുക, എല്ലാവരും നമ്മൾ എന്താ ചെയ്യുക, പൂൾ ഓഫ് ആൾക്കാരുണ്ടാവും, അല്ലേ. പൂൾ ഓഫ് ആൾക്കാരുണ്ടാവും. ഇവിടെ നമ്മൾ ഓൺലി ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാർ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഡിഫറൻസുകൾ നമ്മൾ പഠിച്ചു വെക്കുക. നെഗറ്റീവ് പ്രോസസ്സാണ് എന്നൊക്കെ നമ്മുടെ 4 പോയിന്റ് മതിയാവും. മേ ബി 3 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ കേട്ടോ. ദെൻ ഫോർമലും ഇൻഫോർമലും തമ്മിലുള്ള ഡിഫറൻസ്. ഫോർമൽ എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ ലൈൻ ഓഫ് കമാൻഡ് ആണ്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ ലൈൻ ഒന്നുമല്ല, ദർ ഈസ് നോ ഒഫീഷ്യൽ ലൈൻ ഓഫ് കമാൻഡ്. ഇതൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ്, ഫ്രണ്ട്ലി സംസാരിക്കുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു. ഇവിടെ ദർ ഈസ് നോ സച്ച് ഗോൾസ്, അങ്ങനത്തെ ഗോൾസുകളൊന്നും കാര്യമായിട്ടില്ല. പിന്നെന്താണ്, ഫോർമൽ എന്ന് പറയുമ്പോൾ അവിടെ അതോറിറ്റി ഉണ്ടായിരിക്കും, അതോറിറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ അങ്ങനെ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. നമുക്ക് ഫ്രീ ആയിട്ട് ആരോട് വേണമെങ്കിലും സംസാരിക്കാം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 4-5 ഡിഫറൻസസുകൾ പഠിക്കാം. ഓക്കെ. ദെൻ കൺട്രോളിങ്ങും പ്ലാനിങ്ങും തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പാണ്, ഡിഫറൻസ് അല്ല കേട്ടോ. എന്താണ് കൺട്രോളിങ്ങും പ്ലാനിങ്ങും തമ്മിലുള്ള ബന്ധം? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ ആദ്യം പ്ലാനിങ് വരയ്ക്കുക. പ്ലാനിങ് വരച്ചിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ആക്ഷൻ എന്ന് വെച്ചാൽ പ്ലാനിങ് അത് ചെയ്ത ശേഷം മാത്രം നമുക്ക് ഉണ്ടാവുന്ന ഒരാളാണ് ആര്? കൺട്രോളിങ്. ഇങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കുക, ഒരു ഫ്ലോ ചാർട്ട് പോലെ. എന്നിട്ട് ഈ പ്ലാനിങ്ങിനെയും ആക്ഷനെയും അങ്ങോട്ടൊക്കെ ഒന്ന് വട്ടായിട്ടിട്ട് ഈ പ്ലാനിങ്ങിനെ ഇങ്ങോട്ട് വരയ്ക്കുക, ഈ കൺട്രോളിങ്ങിനെ ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ബന്ധം ഉണ്ടാക്കിപ്പിക്കുക. അതായത് പ്ലാനിങ് ഉണ്ടെങ്കിലേ കൺട്രോളിങ് ഉണ്ടുള്ളൂ. പ്ലാനിങ് എവിടെ എൻഡ് ചെയ്യുന്നു അവിടെ കൺട്രോളിങ് സ്റ്റാർട്ട് ചെയ്യുന്നു, കൺട്രോളിങ് എവിടെ എൻഡ് ചെയ്യുന്നു അവിടെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് വരച്ച് വെച്ച് ഒരു പാരഗ്രാഫ് എഴുതിയാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വരച്ച് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്കത് ഷുവറായിട്ട് കിട്ടും. ഓക്കെ. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എഴുതുക, 2 ബന്ധമുണ്ടെന്നും നല്ല ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണെന്നും, ഒന്ന് പ്രൈമറി ആണെങ്കിൽ മറ്റേത് ലാസ്റ്റ് ആണെന്നൊക്കെ എഴുതി വയ്ക്കാം. അതേപോലെ നമുക്ക് 8 മാർക്കിന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇൻസെൻറ്റീവ്സ്. ഇൻസെൻറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് കിട്ടുന്ന ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് കൊടുക്കുന്ന 2 തരം പ്രതിഫലങ്ങൾ. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ട്.
ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് വെച്ചാൽ കാശ് രൂപത്തിൽ. നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് പൈസയല്ലാതെ കിട്ടുന്ന പ്രതിഫലങ്ങൾ. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ബേസിക് സാലറി, ബേസിക് ആയിട്ട് കിട്ടുന്ന സാലറിയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കിട്ടും? ബോണസ് കിട്ടും, കമ്മീഷൻ കിട്ടും, പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടും ഇല്ലേ? പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടും, പിന്നെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടും, പെർക്വിസിറ്റ്സ് കിട്ടും. ഇത് മിസ് ഓൾറെഡി 8 മാർക്കിനിൽ പറഞ്ഞിരുന്നു, അതിൽ നോക്കുക. പിന്നെ നോൺ ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ സ്റ്റാറ്റസ്, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, നല്ല ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് തരിക. അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് കഴിഞ്ഞാൽ സ്റ്റാറ്റസ്, ദെൻ ജോബ് എൻറിച്ച്മെൻറ്റ് നമുക്ക് വേണ്ടിയിട്ട്. അതുപോലെ എംപ്ലോയീനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതായത് നല്ല മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ നല്ല എംപ്ലോയീസ് ആണെങ്കിൽ പാർട്ടിസിപ്പേഷൻ നടത്താം മീറ്റിങ്ങിൽ. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അത് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിലേക്ക് പോകുന്നത്. ഓക്കെ. ദെൻ പിന്നീട് ഇതേപോലെ ചോദിക്കാം എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് ആരൊക്കെയാണ്? ഒരു സെൻഡർ ഉണ്ടാവും, അയാൾ എന്താ അയക്കുന്ന മെസ്സേജ് ആണ് അല്ലേ? ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അയാളുടെ സബ്ജക്റ്റ് മാറ്റർ ആയിരിക്കും. അയാൾ ആർക്കാണ് അയക്കുന്നത്? നമ്മുടെ റിസീവർക്കാണ് അയക്കുന്നത്. അപ്പോൾ റിസീവർ ഉണ്ടാവും. റിസീവർക്ക് എങ്ങനെ അയാൾ അയക്കുന്ന ഒരു പാത്ത് ഉണ്ടാവും അല്ലേ? അതിന് നമ്മൾ മീഡിയ എന്ന് വിളിക്കാം. നമ്മൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഏത് മീഡിയ യൂസ് ചെയ്തിട്ടാണോ അതായിരിക്കും, ഏത് പാത്ത് യൂസ് ചെയ്തിട്ടാണോ മെസ്സേജ് അയക്കുന്നത്, ദാറ്റ് ഈസ് മീഡിയ. പിന്നീട് നമ്മളിങ്ങനെ എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്. എൻകോഡിങ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ അയക്കാൻ പോകുന്നത് അതിനെ വേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഡീകോഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർഡ്സിനെ തിരിച്ച് നമ്മൾ സിമ്പിൾസിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുക, ദാറ്റ് ഈസ് ഡീകോഡിങ്. ദെൻ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് നോയ്സ് വരാം, ഒബ്സ്ട്രക്ഷൻസ്, തടസ്സങ്ങൾ വരാം. അതാണ് നോയ്സ് എന്ന് പറഞ്ഞ എലമെന്റ്. അതിൻ്റെ മാത്രമല്ല, ഇതിന് തിരിച്ച് റിസീവർ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റിസീവർ തിരിച്ച് ഫീഡ്ബാക്ക് അയക്കാം അല്ലേ? അങ്ങനെ ഒരു 8 എലമെന്റ്സ് ഉണ്ട് കമ്മ്യൂണിക്കേഷനിൽ. വരാറുണ്ട്, 8 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് 5 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, 8 അല്ലെങ്കിൽ 5. ദെൻ ഒരു ഫൈനാൻസ് മാനേജറുടെ 3 ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. 3 ഡിസിഷൻസ്. 9ാം പാഠാണ്, അവിടെ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസിഷൻസ് ഓഫ് എ ഫൈനാൻസ് മാനേജർ. 3 ഡിസിഷനാണ് അയാൾ എടുക്കുക. ഒന്നാമത്തേന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. രണ്ടാമത്തത് ഫൈനാൻസ് ഡിസിഷൻ. മൂന്നാമത്തത് ഡിവിഡൻഡ് ഡിസിഷൻസ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് മീൻസ് വാട്ട്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ലോങ് ടേം ആയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഷോർട്ട് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ? ലോങ് ടേം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഫിക്സഡ് ക്യാപിറ്റൽ വാങ്ങണോ? ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് വാങ്ങണോ? അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, അതായത് കറണ്ട് അസറ്റ് വാങ്ങണോ ഫിക്സ്ഡ് അസറ്റ് വാങ്ങണോ എന്നുള്ള തീരുമാനത്തെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയാം. ഫൈനാൻസ് ഡിസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഓൺഡ് ഫണ്ട് യൂസ് ചെയ്യണോ അതോ ബോറോഡ് ഫണ്ട് യൂസ് ചെയ്യണോ? കടം വാങ്ങണോ സ്വന്തം കാശ് എടുക്കണോ? ആ ഒരു തീരുമാനമാണ് ഫൈനാൻസ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി, ആ പ്രോഫിറ്റിൽ നിന്ന് എത്ര ഭാഗം നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം, എത്ര ഭാഗം നമുക്ക് റീറ്റെയിൻഡ് ചെയ്യാം, ഇതാണ് അടുത്ത ഡിസിഷൻ. അതായത് ഒരു പ്രോഫിറ്റിൽ നിന്ന് എത്രത്തോളം നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ സാധിക്കും, എത്രത്തോളം നമുക്ക് റീറ്റെയിൻ ചെയ്യാം, ആ ഒരു ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ. 3 എണ്ണം പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് അടുത്തതാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. എന്താണ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ? ഓൺലി സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് ഷുഡ് ബി കൺസിഡർ. അതായത് മാനേജ്മെന്റ് നോക്കുമ്പോൾ മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്? നല്ല ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ളതെല്ലാം എക്സെപ്റ്റ് ചെയ്യുക. എക്സെപ്റ്റ് മീൻസ് ഒഴിവാക്കി കളയാം. ആ ഒരു ടേം നമുക്കിതൊരു 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെലക്ഷൻ ടെസ്റ്റുകൾ. ട്രേഡ് ടെസ്റ്റ് ഉണ്ട്, ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് ഉണ്ട്, ട്രേഡ് ടെസ്റ്റ് ഉണ്ട്, IQ ലെവൽ അറിയാനായിട്ട് ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഫിസിയോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്, ദെൻ ട്രേഡ് ടെസ്റ്റ്, ഇൻ്റലിജൻറ്റ് ടെസ്റ്റ്, 5 തരം ടെസ്റ്റുകൾ അതിലുണ്ട് കേട്ടോ. 5 തരം പേഴ്സണൽ ടെസ്റ്റുകൾ ഉണ്ട്, അതായത് ഇമോഷൻസ് അറിയാൻ വേണ്ടി. ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഉണ്ട്, അയാൾ ജോലിയിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട്. കൺട്രോളിംഗ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ മെഷർമെൻറ്റ് നടത്തണം, എത്രത്തോളം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ കമ്പയർ ചെയ്യുന്നു, മെഷർമെൻറ്റ് വിത്ത് സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ട് നോക്കുന്നു. കമ്പയർ ചെയ്ത ശേഷം എന്തെങ്കിലും ഡീവിയേഷൻസ് വന്നിട്ടുണ്ടോ, കുറവാണോ കൂടുതലാണോ എന്ന് നോക്കും. പിന്നീട് നമ്മൾ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക. സെറ്റിംഗ് സ്റ്റാൻഡേർഡ്, മെഷർമെൻറ്റ്, കമ്പയർ ചെയ്യുക, ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നോക്കുക, എന്നിട്ട് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. ഇത്രയും സ്റ്റെപ്പ് പഠിക്കാം.
അതിനുശേഷം സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, നല്ല എളുപ്പമുള്ള സോഴ്സസുകൾ പഠിച്ചു വയ്ക്കാം. ഇന്റേണൽ സോഴ്സസിൽ വെറും 2 വരുള്ളൂ, ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. രണ്ടും എന്താ പറയുക, ഷിഫ്റ്റിംഗ് ഓഫ് എംപ്ലോയിങ് ആണ്. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ, വിത്തൗട്ട് എനി ചേഞ്ചസ് ഓഫ് സാലറി, റെസ്പോൺസിബിലിറ്റീസ്, അതോറിറ്റി. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അവിടെ എല്ലാം ചേഞ്ച് ആവാണ്, റെസ്പോൺസിബിലിറ്റി കൂടാണ്, സാലറി കൂടാണ്, അതുപോലെ തന്നെ സ്റ്റാറ്റസ് കൂടാണ്, എല്ലാം അവിടെ ചേഞ്ച് ആവും. ദെൻ എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് വരുമ്പോൾ എക്സ്റ്റേണൽ സോഴ്സസിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരിക എളുപ്പമുള്ളത് 3 എളുപ്പമുള്ളത്. ഫസ്റ്റ് ഒന്ന് അഡ്വർടൈസ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് പേപ്പറിലൊക്കെ പരസ്യം കൊടുക്കുക, അതാണ് അഡ്വർടൈസ്മെന്റ്. ദെൻ അഡ്വർടൈസ്മെന്റ് ഓൺ ടെലിവിഷൻ, അപ്പോൾ 2ാമത്തെ പോയിന്റ്. ദെൻ വെബ് പബ്ലിഷിംഗ് എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെന്റ് ഓൺ ഇന്റർനെറ്റ്. അപ്പോൾ 3 രീതിയിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് 3 പോയിന്റ് കിട്ടി. പിന്നീട് നിങ്ങൾക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടത്താം, ക്യാമ്പസ് സെലക്ഷൻ നടത്താം, പിന്നെ ഗവൺമെന്റ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന്റെ റെക്കമെൻഡേഷനിൽ നമുക്ക് പോവാം. അങ്ങനെ ഏതെങ്കിലും ഒരു 5-6 എണ്ണെങ്കിലും എക്സ്റ്റേണൽ സോഴ്സസ് പഠിക്കാം. പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടത് നമുക്ക് ഏറ്റവും മെയിനായിട്ട് 5 മാർക്കിന് വരുന്നത് മാസ്ലോയുടെ നീഡ് ഹയറാർക്കിയാണ്. അത് 5 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ഇതേപോലെ ഒരു പിരമിഡ് ഷേപ്പിലൊക്കെ വരച്ചിട്ട് വേണം നിങ്ങളത് എഴുതാനായിട്ട്. നമുക്ക് ഫസ്റ്റ് താഴത്തെ നീഡ് എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ നീഡാണ്. ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുണ്ടാവുന്ന നീഡുകൾ. അതിനുശേഷം സെക്കൻഡ് നീഡിൽ നമുക്ക് വരുന്നത് ഫിസിയോളജിക്കൽ നീഡ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരെ സേഫ്റ്റി, നമ്മുടെ സേഫ്റ്റി നീഡാണ്. അതിനുശേഷം സോഷ്യൽ നീഡാണ്. സോഷ്യൽ നീഡ് ചോദിച്ചാൽ എസ്റ്റീം നീഡ്. ലാസ്റ്റ് നമുക്ക് വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇത് ഓർഡറിൽ ഇതേപോലെ മേലേക്കാണ് പോകേണ്ടത്. അതിവിടെ ഫസ്റ്റ് നീഡ് ബേസിക് നീഡ് 2, 3, 4, 5 ഇത് വരയ്ക്കും വേണം. നമുക്ക് രണ്ടും ഓരോന്ന് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അറിയണം. അപ്പോൾ ഫിസിയോളജിക്കൽ നീഡിലെ ഒരു ഇൻഡിവിജ്വലിന് വേണ്ടത് ഫുഡ്, ഷെൽട്ടറൊക്കെയാണ്. ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ബേസിക് സാലറി ആണ് നമുക്കവിടെ വേണ്ടത്, ബേസിക് ആയി വരുന്ന സാലറി. അതിനുശേഷം നമുക്കവിടെ സേഫ്റ്റി നീഡിൽ പെൻഷൻ, ഗ്രാറ്റുവിറ്റി, നമ്മൾ സേഫ് ആയിരിക്കണം അല്ലേ. അതിനുശേഷം ലവ് ആൻഡ് അഫെക്ഷൻ ആണ്, അതായത് സൊസൈറ്റി, സോഷ്യൽ നീഡിൽ വരുന്നത്. പിന്നീട് എസ്റ്റീം നീഡിൽ വരുന്നത് നമുക്ക് എല്ലാമായി സ്റ്റാറ്റസ്, നമ്മൾ നല്ലൊരു സ്റ്റാറ്റസിലെത്തി. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വെച്ചാൽ എല്ലാ നീഡും വന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓക്കെ, അത് പഠിക്കാം. പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടത് 2-3 മാർക്സിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു മീൻ ബൈ വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കറണ്ട് അസറ്റ് വാങ്ങാനുള്ള ക്യാഷിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. കറണ്ട് അസറ്റുകൾ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ക്യാഷ്, ഡെപ്റ്റേഴ്സ്, ഇൻവെന്ററി, ബിൽസ് റിസീവബിൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇതിൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, അത് പഠിക്കാം. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ കറണ്ട് അസറ്റുകളും കൂടിയാലും ഒരു വർക്കിംഗ് ക്യാപിറ്റലായി. അപ്പോൾ ഇതും കൂടിയും പഠിക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡബിൾ പാസിനുള്ളതൊക്കെ ഒപ്പിക്കാം. കണ്ടോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആയി 8 മാർക്ക് 5 മാർക്കിൻ്റെ ടോപ്പിക്കുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സമയം കളയാതെ വേഗം പഠിച്ചു തുടങ്ങുക. വീഡിയോ ഹെൽപ്ഫുൾ ആയി എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്